ഹലോ ഗൈസ്, നമ്മുടെ പൂച്ചനെ കടിക്കുന്ന ഒരു തൊലിഞ്ഞ കടിയൻ പൂച്ചയുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പൂച്ച കടിച്ച് വീർത്ത് ഇത് ഈ തൊലിഞ്ഞ പൂച്ചയാണ് എൻ്റെ വീട്ടിലുള്ള 2 പൂച്ചനെ കടിക്കുക. അപ്പം ഇന്ന് അച്ഛനും ഞാനും എല്ലാം കൂടെ കൂടി പരക്കാത്തിട്ട് പൂച്ചി ഇതിനെ പിടിച്ച് വായും എല്ലാം കൂടെ വലിച്ച് കെട്ടി ഇതിനകത്താക്കി കേട്ടോ. ഇപ്പോൾ കൊണ്ട് കളയാൻ വേണ്ടി പോകുന്നത് ഞാൻ കടിച്ച് പറിച്ചൊരു പരുവാക്കി അവിടെ ആ വെള്ളത്തിൽ മുക്കി കൊല്ലാനെ കൊണ്ട് പോവാണ്. വെള്ളത്തിനകത്ത് ആ വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി കൊല്ലാം. ഇതിനെ മറ്റേ വള്ളിക്കകത്ത് വല്ലതും ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഞാത്തി മറ്റേ വെള്ളത്തിനകത്ത് വല്ലതും മുക്കി കൊന്നാൽ പോരായിരുന്നു. നാശത്തിന് അതുപോലെ കടിച്ചങ്ങ് കീറി പഴുപ്പിക്കുമല്ലായിരുന്നു. കൈയൊക്കെ മാറ്റണേ. എത്ര പൂച്ചകളായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനെ ഉണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ തലയിലും പാലയിലും എല്ലാം കൂടെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് ഉടച്ച് ഒറ്റ ഇടി വല്ലതും വെച്ച് കൊടുത്താൽ അങ്ങനെ വല്ലതും ഇതിനെ കൊന്നു കളയാ വേണ്ടത്. പിന്നെ നമ്മുടെ മനസാക്ഷി ഓർത്ത് അങ്ങ് വിടുവാണ് കേട്ടോ. എന്താ സംഭവം എന്ന് വെച്ചാൽ നേരെ നമ്മുടെ പെരക്കകത്ത് കയറി നമുക്ക് പൂച്ചയ്ക്ക് വെച്ചേക്കുന്ന ഫുഡും അടിച്ചു മാറ്റി തിന്ന് നമ്മുടെ പൂച്ചേനെ എടുത്തിട്ട് കടിക്കുന്നു. അപ്പോൾ അച്ഛൻ ആണെങ്കിൽ അതിനെ നൈസായിട്ട് അറിഞ്ഞ് വെളുപ്പിച്ച് ഒരു മൂലയ്ക്കകത്താക്കി വെച്ചിരുന്നു കേട്ടോ. എന്നും പറഞ്ഞ് കണ്ടമാനം അടിച്ച് ചതച്ചൊന്നുമില്ല, ഒരുവിധ ഷേപ്പാക്കി വെച്ചു. ഞാനും ചെന്നിട്ട് ഇതിനെ തുണി മണ്ടയിൽ കൂടിയിട്ട് പൊക്കിയെടുത്ത് പിടിക്കാൻ നോക്കി, ഇത് പിടിയിലായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ ഒരു വള്ളി കയറ് എടുത്ത് അതിൻ്റെ കഴുത്തുനിന്നൂടെ കുരുക്കിട്ട് പിടിച്ച് വലിച്ച് ഇതിനകത്തായിട്ട് കയറ്റി കേട്ടാ. പിടിച്ച് പൊക്കി വലിച്ച് അകത്ത് കയറ്റിയപ്പോഴത്തേക്ക് എൻ്റെ പൂച്ചയ്ക്ക് തന്നെ ദേഷ്യം വന്നിട്ട്